ഗൈസ് ഫ്രണ്ട്സ് സെറ്റപ്പിലിരുന്ന് ഇവിടെ പോട്ടോ, വാഗമണ്ണ് പോവാം. മൺസൂൺ ഇതാണല്ലോ, മൺസൂൺ ആണല്ലോ, അതുകൊണ്ട് ബൈക്കിനായിട്ട് പോകണേ. അത് മാത്രമല്ല, ഇവിടെ ആണെങ്കിൽ എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സായിട്ട് വന്നേക്കണേ. ഇത് പറഞ്ഞിട്ടുണ്ടോന്നല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഒരുത്തൻ വരാനുണ്ട്. അവനിപ്പോൾ മിക്കവാറതായിരിക്കും. ഞങ്ങൾ വാഗമണ്ണിൽ ഞങ്ങൾ യൂണിഫോമിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഫസ്റ്റ് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ആക്സിഡൻ്റ് ആണല്ലോ പോണേ. നമ്മൾ അവനെ ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോണത് FJC കോളേജിൻ്റെ ഏരിയൽ വ്യൂ കേട്ടോ. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, മഞ്ഞിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഏരിയൽ ഷോട്ടായിട്ട് കാണാൻ പറ്റും. ഇതായിരിക്കുന്ന കോളേജ് ഗൈസ്. കുറച്ചല്ല, എല്ലാവർക്കും റെയിൻ കോട്ട് ഉണ്ട് കേട്ടോ. ഒരുത്തിനിപ്പോൾ റെയിൻ കോട്ട് വാങ്ങാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ വാങ്ങണില്ല. പ്രകൃതിനെ തൊട്ട് പോകാനുള്ള ഞങ്ങൾ. എന്നെ 4:45 വിളിച്ചു പോകണ്ടെന്ന് ചോദിച്ചു. വണ്ണൻ്റെ ഉള്ളിൽ നന്നായി. നിങ്ങൾക്കത് കാണാവൂ. അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അവിടെ പിന്നെ ഞാൻ കടക്കം വ്യൂ ആയിരിക്കും. ഇവിടുന്ന് അത്യാവശ്യം കൊള്ളാം. ഇതെന്താ? വാ പൈസ ഒരുത്തൻ ടീഷർട്ട് എന്നാ സാധനം ഇട്ട് വന്നോ. പിന്നെ ഇതന്നെ പൈസ എന്തൊക്കെയോ ആറുണ്ട്. അതിനൊക്കെ കാണാൻ പറ്റില്ല. ഫോണിൽ പിന്നെയും കാണാലോ. കണ്ണിന് അത്രയും ഇതില്ല കേട്ടോ. എൻ്റെ ലൈഫ് തുടങ്ങിയിട്ട് അവിടെ ഒരുത്തും ബുള്ളറ്റും കൊണ്ട് വിളിക്കും. ആരെങ്കിലൊക്കെ വാടാം. ആ വഴി എങ്ങോട്ടാ? ആ തുറക്കണം അതിൻ്റെ. ഗൈസ് അവിടെ ആരൊക്കെയോ ടെൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നിങ്ങൾ കാണണോ അതൊക്കെ? പക്ഷേ ഗൈസ് ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്. പുതിയ സ്ഥലം അൺലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കോട മാറിയപ്പോഴത്തേനും നമുക്ക് വ്യൂ കിട്ടിട്ടോ. ഗൈസ് എല്ലാവരും എന്തേ നിൽക്കണു കണ്ടോ. മഴയത്ത് ചെളിയൊക്കെ സ്ഥലത്ത് ഇങ്ങനെ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് വരണം. അതാണ് വൈബ്. ഇത് പോയതാട്ടോ ഓൾറെഡി. അപ്പോൾ നമ്മൾ എന്നാലും നശിക്കാൻ വന്നപ്പോൾ നശിച്ച സാധനമായിട്ട് വരണം. അതല്ല, ഞാൻ നിന്നെയൊക്കെ നിർബന്ധിച്ച് രാവിലെ കൊണ്ടുവന്നേ. ഇതെങ്ങനെയുണ്ട് ഫ്രെയിം? സെയിം ഫ്രെയിം അല്ലേ? എനിക്കിത് ഇഷ്ടമായി. കൊള്ളാം. വലിയൊരു പവറിലല്ലോ. ഈ സ്ഥലത്ത് എവിടെ ക്യാമറ വെച്ചാലും അതൊക്കെ കലക്കം ഫ്രെയിം ആട്ടോ. കേട്ടോ ഇതുണ്ടല്ലോ, റോട്ടിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറി കേട്ടോ ഈ സ്ഥലമൊക്കെ. വണ്ടിയൊക്കെ പോണ സൗണ്ട് കേൾക്കാം, പക്ഷെ റോഡ് കാണുന്നില്ല. ഇവിടെ നിന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അത് അതിന് ടാസ്ക് ആയിരിക്കും. ഫ്രെയിം നോക്കി എൻ്റെ മോനെ ഒരു ഫോട്ടോ എടുക്കാം.
അതാ പ്രകൃതിനെ പോലെ എൻ്റെ വണ്ടി. ഇവിടെ ഒരു വൈഡാണത്. റൈഡേഴ്സൊക്കെ വന്നിട്ടോ. പേപ്പർ കിട്ടും. അതാണ് നിന്റെ പ്രശ്നം, വണ്ടി കത്തിയെന്നല്ലേ പ്രശ്നം. കാര്യം നമ്മള് 3 ആൾക്കാരുണ്ടാവുള്ളൂ. പക്ഷെ മേത്തോട്ടാല് തീർത്തേക്കണോട്ടാ. ജയ്സണത് കേട്ടിട്ടുണ്ടാവും. വരാല് ജയ്സൺ ആനന്ദമാണ് നിനക്ക് എവിടെയും പോയി. അതിനൊന്നും പറ്റില്ല കേട്ടോ. വീട്ടിൽ കൊണ്ടുപോട്ടോ. എടുക്കണം പറ്റില്ല. എത്ര പേര് തിരിച്ചെത്തും അറിയത്തില്ല കേട്ടോ. വന്നാരെണ്ണം തന്നെ എത്തിക്കാൻ പറ്റും. ഓ ഗായ്സ്, അവിടെ ഒരു പിക്കപ്പ് എടുക്കണ്ട കേട്ടോ. അത് കൊള്ളാം. പോം ഞങ്ങൾ അവിടെ നിന്ന് വേറെ സ്ഥലത്തെത്തി. ഒരു ചായക്കട എത്തിട്ടോ. വൈബ് നൈസായിട്ട് ഇരിക്കാനൊക്കെ ഉണ്ടാക്കി തരാം. വിലവിവര പട്ടികയാണ് നിങ്ങളിവിടെ കേൾക്കുന്നത്. സെറ്റപ്പൊക്കെ കണ്ടോ, കൊള്ളാട്ടോ. മഴയത്തൊക്കെ ഇരിക്കാൻ അടിപൊളിയായിരിക്കും. കയറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലോട്ടിരിക്കണേ. ഇതൊക്കെ വായിക്കുന്നുണ്ടല്ലോ. എന്നാ എക്സ്പ്ലെയിൻ ചെയ്തതിനെ പറ്റി. സൂപ്പർ. ഇതൊക്കെ ഞാൻ വ്ളോഗിൽ കേട്ടോ. ഗൈസ്, വാഗമൺ വന്നപ്പോ ഒരു മച്ചാനെ കണ്ടു. എനിക്ക് ഇവന് ഇഷ്ടമായി. പൊന്നെ ഒന്നേ ഉണ്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് ഇതുപോലുള്ള സാധനങ്ങളോടൊക്കെ ഇഷ്ടമുള്ളവരുടെ അടുത്ത് ഈ സാധനങ്ങൾ വരുമെന്നുണ്ടോ. ഹായ്, തൊടാൻ പേടിയാ, സോറി. അച്ഛൻ എന്തൊക്കെയുണ്ട്? മുട്ടല്ലേ കള്ളക്കടയായി. മുടിഞ്ഞു കൂടാ. നിങ്ങൾ കുറച്ച് സ്നേഹം കാണിച്ചപ്പോ അവൻ വന്ന് എന്റെ വണ്ടിക്കകത്ത്. അച്ചു, നിന്നെ ഞാൻ ഇനി എന്തെങ്കിലും ഇനി വാഗമൺ വരുമ്പോ കാണുകയാണെങ്കിൽ നിന്നെ ഞാൻ തീർക്കും. വണ്ടി ഒന്നാ മാറാ. ഒരു വർഷം മുന്നേ നമ്മൾ ഈ വാഗമണിൽ ഫ്രണ്ട് സെറ്റപ്പിലൊന്നും വന്നായിരുന്നു. അതിൻ്റെ ആഫ്റ്ററായിട്ട് 6 മാസം എംബിഡിയിലായിരുന്നു എൻ്റെ ലൈസൻസ്. കൂടെയുള്ളവന്മാർ കയ്യും തലയൊക്കെ എടുത്ത് പുറത്തിട്ട് അത് ബാക്കി വന്ന വണ്ടിക്കാരെടുത്ത് വീഡിയോ എടുത്ത് MBDക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ വാഗമണ്ണുമായിട്ട് അങ്ങനത്തെ കുറേ കലക്കൻ മെമ്മറീസ് ഉണ്ട് കേട്ടോ. മഞ്ഞ് കാണുമ്പോൾ നമുക്കിങ്ങനെ വണ്ടി നീറ്റിക്കാൻ തോന്നും, കൈയെടുത്ത് വെളിയിടാൻ തോന്നും. അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ പോയിരിക്കേണ്ടി വരും. എൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സഞ്ജു ടെക്കിയൊക്കെ ആ സാധനം ചെയ്ത സമയത്തായിരുന്നു എൻ്റെ സംഭവം. അവനുള്ളതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും പുറത്തു വന്നില്ല, ഞാൻ സേഫായി. പിന്നെ അവൻ കാണിച്ചാൽ ഞാൻ MBDനെ ഒന്നും പറയാനും പോയിട്ടില്ല. നമ്മൾ സമാധാനത്തിൽ നിന്നു, അങ്ങനെ നിന്നു. ലൈസൻസ് സസ്പെൻഡ് ചെയ്യണത് മാത്രമല്ല കേട്ടോ, ഒരു ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്യണമായിരുന്നു. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ദിവസം പോയി വർക്ക് ചെയ്യണമെന്നും പറഞ്ഞ് എന്തോ ഒരു വർക്കിൻ്റെ പേര് പറഞ്ഞു. ആ സാധനം ചെയ്യണമെന്നും പറഞ്ഞ് അവിടെ പോയി നിന്നു. ഉള്ള പരിപാടികളുണ്ടായിരുന്നു.
ഓട്ടോട്ടത്തിനിടയ്ക്ക് നമ്മൾ പള്ളി കണ്ടുപിടിച്ചിരിക്കുന്നു. പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കാണ് ഞങ്ങൾ പോണത്. ആൾക്കാർ ഞങ്ങൾ ഓടിക്കാൻ അറിയത്തില്ല. വാഗോണ്ട് വന്നിട്ട് ആൾക്കാർ മോഷണം നടത്തണം കേട്ടോ. എന്തൊക്കെ ചെടിയൊക്കെ പറിച്ചോണ്ട് പോകണം. കടുവയോ എടാ ഫ്രെയിമൊക്കെ ചുമ്മാ സീനട്ടോ. പട്ടി സൂയിസൈഡ് ചെയ്യാൻ പോയാൽ സൂക്ഷിച്ചും കാണാണ്ടും വരിക. ആ അതെ ഇവിടെ സ്പോട്ട് ഉണ്ട് കേട്ടോ. റിസ്ക് എലമെന്റ്സ് ഉണ്ടോ? എല്ലാരും ഇങ്ങനെ പോണ കാണാൻ നല്ല രസമുണ്ട്. കലക്കനാട്ടോ. പിന്നെ വേറെ സാധനം ഇതുപോലത്തെ ക്ലൈമറ്റും ഒരു ഡീസൽ എഞ്ചിനും അതിന്റെ സൗണ്ടും. അത് ഗൈസ് അടയാളപ്പെടുത്ത ദൈവമേ, മഞ്ഞ് കാരണം വണ്ടി കാണാനും പറ്റില്ല. ആ മാറ്റിയോ. എന്നെ സുഖമാണ് തരാൻ. ബ്ലൗസോ പൊക്കല്ലേ? എല്ലാം തേച്ചിട്ടാണല്ലോ നീ. ഫോണിപ്പോ കുത്തി പൊട്ടിച്ചാൻ കേട്ടോ അവൻ. എന്തോ വന്നോ കേട്ടോ അവിടെ നിന്ന്. ഫോട്ടോ ഷൂട്ട് കണ്ടിട്ട് കേട്ടോ. സ്റ്റൈലോ വണ്ടി വേണം പൊട്ടക്കണ്ണ. ഗൈസ് ഇന്ന് ഞങ്ങള് വീടെത്തു തോന്നുള്ളൂ കേട്ടോ. ആൾക്കാർ തെറിയും കേട്ടോ കൂടും. ബൈ ഗൈസ്, ഇത്രയുള്ള വീഡിയോ. ഇനി എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ആയിട്ട് എപ്പോഴേലും കാണാം.